സുഭാഷ് നഗറിലേക്ക് പോണം. 100 രൂപയാവും. എന്തിനാ 100 രൂപ? മീറ്റർ ഇല്ലേ? ഇവിടെ മീറ്റർ ഒന്നും ഇടാറില്ല മാഡം, ഞങ്ങള് പറയുന്നതാ ഇവിടെ. എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോരെ. അഡ്ജസ്റ്റ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും പറ്റത്തില്ല. പറ്റുമെങ്കിൽ നീ കൊണ്ടുപോ. ഇവനൊന്നും നന്നാവില്ല. മാഡം വാ, എന്റെ വണ്ടി പോവാ. എന്താ ഈ സ്ഥലം ഇങ്ങനെ? എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഓട്ടോക്കാർക്ക് ഒരുപാട് പ്രാരാബ്ദമൊക്കെ ഇല്ലേ? പോലീസിന് കൈക്കൂലി കൊടുക്കണം, കൂടാതെ ഗുണ്ടകളെ പേടിക്കണം, പിന്നെ CCയുടെ കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അത് പറയേ വേണ്ട. ഇതെല്ലാം കഴിഞ്ഞു വേണം എന്തെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കാൻ. കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും വരില്ല മാഡം. ദേ കണ്ടില്ലേ മാഡം, ട്രാഫിക് പോലീസ് വരുന്ന വണ്ടികളെല്ലാം അവന്മാർ ചെക്ക് ചെയ്യുക. ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ സർ. ബുക്കും പേപ്പറും ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവന്മാർക്ക് 100 രൂപ കൊടുത്തേ പറ്റൂ. അതെ, കുത്താൻ നിന്റെ കത്തിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ കുത്തും? ഇങ്ങനെ ചന്തയിൽ പോയി ഞാനൊരു കത്തി വാങ്ങിച്ചോണ്ടിരാം, അതിനുശേഷം കുത്ത്. ആ സത്യമായിട്ട് വാങ്ങി തരൂ? വാങ്ങി തരാന്ന്. നേരാണോ? തീർച്ചയായും വാങ്ങി തരാം. എന്ത് പറ്റി അയാൾക്ക്? അയാളുടെ ഭാര്യയെ കുറെ ഗുണ്ടകൾ അയാളുടെ കണ്ണു മുന്നിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു. അതിനുശേഷം മാനസിക നില ആകെ തകർന്നു. ഇവിടെ ഗുണ്ടായിസം ഉണ്ടോ? അതെന്ത് ചോദ്യം മാഡം ചോദിക്കുന്നേ? മനുഷ്യയോടെ ജീവിക്കുന്നതിന് വളരെ കഷ്ടപ്പെട്ട. എന്താ ഇവിടെ പോലീസ് ഒന്നും ഇല്ലേ? അവരൊക്കെ തന്നെയാണ് ഗുണ്ടകള്. കാക്കി ഡ്രസ്സും കയ്യിൽ ലാത്തിയും ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് ഗോഡ്സയെ പോലെയാണ് നടക്കുന്നത്. ഇങ്ങനെ പട്ടാപ്പകലിന് നടു റോട്ടില് കമ്പും വടിയുമായിട്ട് നടക്കുന്ന കണ്ടില്ലേ? ആരാ അവര്? ഈ ഏരിയയിൽ അൽത്താഫ് എന്ന ഗുണ്ടാ സംഘമുണ്ട്. യവമാരെ വിട്, യവമാരെ തലപ്പത്തൊരുത്തമുണ്ട്. അവന്റെ പേര് അയ്യപ്പനെന്നാ. അയാളും അയാളുടെ മകനും അവരുടെയൊക്കെ ബോസ്. പോലീസും അധികാരികളും രാഷ്ട്രീയക്കാരും എല്ലാം അയാളുടെ കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുക. ഇവിടെ നിർത്തിക്കോളൂ. എന്താ മാഡം, കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണോ? ദേ മാഡം, ഒരു കാര്യവും ഇല്ല. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്താലും അവർ അന്വേഷിക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങളെ പിടിച്ച് അകത്തിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ അവന്മാർ പിടിച്ചു പറിക്കുകയും ചെയ്യും. ഈ സ്റ്റേഷനിലുള്ളവന്മാരെല്ലാം അങ്ങനെയുള്ളവന്മാരാ. ഇന്നലെ ഒരു കളക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ. അതെ അതെ. സർ. മാഡം. അയ്യോ, ആരാ ഇത്? അപ്പുറത്തേക്ക് പോയി നോക്ക്. സർ. സർ. ആരാ ഉറക്കം കിടത്താനായിട്ട്? ആ ടേബിളിലേക്ക് പോയി നോക്ക്. എന്താടോ ഇന്നലെ എന്റെ ഏരിയയിൽ പോയി നീ കളക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത്? എനിക്ക് കുറച്ച് കാശിന് ആവശ്യം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നീ നാളെ എന്റെ ഏരിയ കയറി പിടിച്ചോ. ഇതുപോലെ നാട് മുഴുവൻ ഭാര്യമാരെ വെച്ച ഇങ്ങനെ തന്നെ ഉണ്ടാവുക. മാഡം. പെണ്ണെ, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? എനിക്ക് ചെവി നന്നായിട്ട് കേൾക്കാം. എന്താ വേണ്ടത് നിനക്ക്? എന്താ നിന്റെ കാമുകം പറ്റിച്ചോണ്ട് പോയോ അതോ വല്ലവന്മാരും കയറി നിന്നെ പീഡിപ്പിച്ചു? ഇങ്ങനെ വൃത്തികെട്ട ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാ പീഡിപ്പിക്കാതെ പിന്നെ വേറെന്താ ചെയ്യാ? കാഞ്ചന, അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. നിങ്ങളൊക്കെ പോലീസാണോ അതോ ഗുണ്ടകളാണോ? ഒരു കൃത്യനിഷ്ഠയില്ല, ഒരു മര്യാദയില്ല, റെസ്പോൺസിബിലിറ്റീസും ഇല്ല. എന്താണിത്? കേസ് ഫയൽസ് നിങ്ങൾക്ക് തലേണ അല്ലേ? എന്തിനാണോ സോറി? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഭാഗം വെക്കാതെ യൂണിഫോം ഒക്കെ അഴിച്ചിട്ട് ലുങ്കി എടുത്ത് ഉറങ്ങാ? ഇതാണ് ഒരു ഗവൺമെന്റ് സർവന്റ് ചെയ്യേണ്ട ജോലി. ദിസ് ഇസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇനി ഒരു പ്രാവശ്യം ആവർത്തിച്ചാൽ സസ്പെൻഡ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് അയക്കും. മൈൻഡ് ഇറ്റ്. ആരാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഇൻസ്പെക്ടർ? കുമാർ മാഡം. എവിടെ അദ്ദേഹം? ഇനിയും വന്നിട്ടില്ല.
തോന്നും പോലെ വന്നിട്ട് പോകാൻ ഇതെന്താ അമ്മായിമ്മയുടെ വീടോ? ഫോൺ ചെയ്ത് വിളിക്ക അയാളെ. ഓക്കെ മാഡം. കാക്കി വസ്ത്രം ധരിക്കുന്നത് കളക്ഷന് വേണ്ടിയിട്ടല്ല, ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോറി മാഡം. ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം. ഇന്ന് ആരൊക്കെ ഡ്യൂട്ടിയിലുണ്ടോ അവരൊക്കെ എന്റെ മുന്നിലെത്തണം. അത് മാത്രമല്ല, ആരൊക്കെ ഗുണ്ടകളുടെ ലിസ്റ്റിലുണ്ടോ അവരിവിടെ വന്നേ പറ്റൂ. She have a lightning speed. She got a thunder yo. Don't dare to start. Yes. ഒറ്റെണ്ണത്തിന് വിടരുത്, എല്ലെണ്ണം ഇവിടെ വേണം മാഡം. നിങ്ങളുടെ പേരെന്താണ്? അലിഖാൻ മാഡം. റൗണ്ട്സിന് പോയിരിക്കുകയായിരുന്നു. എന്താ നല്ല കളക്ഷൻ ആയിരുന്നോ? മാഡത്തിനോട് സത്യം പറയാലോ, ഞാൻ അങ്ങനത്തെ ആളല്ല മാഡം. കാണാനിരിക്കല്ലേ? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തിഃ. ശാന്താകാരം ഉദകശയനം പത്മനാഭം സുരേശം. രാമ 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 ഭാഗ്യ മാം. മോനെ, ആരും ബെല്ലടിക്കുന്ന കണ്ടില്ലേ? ഒന്ന് വാതിൽ തുറന്ന് നോക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കാമേ, അമ്മ തന്നെ പോയി നോക്ക്. എന്ത് പറഞ്ഞാലും നിനക്കൊരു ഉത്തരം ഉണ്ടാവും. ചേച്ചേ, അകത്തേക്ക് കയറുക. അതിങ്ങിതാ. എന്താ മോളെ, നിനക്കൊരു ഫോൺ ചെയ്തൂടെ വരുന്ന കാര്യത്തിൽ? വെറുതെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ. ചേച്ചി, ആ ചേച്ചി. എന്താടാ ഹീറോ, എന്താ ഹോംവർക്ക് ചെയ്തോണ്ടിരുന്നത്? ചെയ്തോണ്ടിരിക്കുക ചേച്ചി. ഗുഡ്, നന്നായി പഠിക്കുന്നുണ്ടോ നീ? കാഞ്ചനെ, അച്ഛാ, അച്ഛന് സുഖം തന്നെയല്ലേ? പറ അച്ഛാ, എന്തുണ്ട് വിശേഷം? നിന്നെ പോലുള്ള മോളുള്ളപ്പോ എനിക്ക് എന്ത് കുറവാ മോളെ? അടിപൊളിയല്ലേ മോളെ, അടിപൊളിയല്ലേ? സോ സ്വീറ്റ്. അദ്ദേഹം അടിപൊളിയല്ലാതെ എങ്ങനെ ഉണ്ടാവും? എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. എന്താ അമ്മേ പ്രശ്നം? അവിടുന്ന് വീട് മാറി വരുമ്പോ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെ മോളെ പ്രോബ്ലം ഇല്ലാതിരിക്കുക? നീ വീട് വെക്കിട്ട് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നീ അങ്ങ് പോയി. ഈ നാട് വിട്ടു പോയിട്ട് 15 വർഷമായി. ഇപ്പോഴാ തിരിച്ചു വരുന്നത്. ഇത്രയും ദിവസം നമ്മൾ വാടകയ്ക്ക് വിട്ട ആളാണ് ഈ വീട് നശിപ്പിച്ചു വെച്ചിരിക്കുക. എല്ലാം വൃത്തിയാക്കി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ജീവൻ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നത്? ജനിച്ച നാട്ടിൽ തന്നെ റിട്ടയർമെന്റ് ആസ്വദിക്കണം എന്നല്ലേ അച്ഛന്റെ ആഗ്രഹം? അതുപോലെ അതനുസരിച്ചിട്ട് എനിക്കും ഈ നാട്ടിൽ പോസ്റ്റും കിട്ടി. സത്യമാണോ മോളെ? അതെ അച്ഛാ. അമ്മേ, വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചോളൂ. ഞാൻ ഫ്രഷ് ആയിട്ട് വേഗം വരാം. എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം. എന്താ മോളെ, വന്ന ഉടനെ തന്നെ ഡ്യൂട്ടിക്ക് പോണോ? ഞാൻ സ്റ്റേഷനിൽ പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഒരു ദിവസമെങ്കിലും നിനക്ക് റെസ്റ്റ് വേണ്ടേ? സുശീലേ, കാക്കി ദേഹത്ത് കയറിയാൽ അങ്ങനെയാ. 24 മണിക്കൂറും ഡ്യൂട്ടി തന്നെ. റെസ്റ്റ് എടുക്കാൻ എവിടെയാ സമയം? എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നു. She make the world go round. She